നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് WDയുടെ മൈ പാസ്പോർട്ട് എന്ന ഹാർഡ് ഡ്രൈവിൻ്റെ അൺബോക്സിംഗ് ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് സിയാദ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് അതിൻ്റെ ബോക്സ് പാക്കേജ്. WD മൈ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 TB ആണ്. ഇത് 4 TB വരെ എങ്ങാനും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. 1 TB 2 TB അങ്ങനെയാണ് ഇത്. ഇപ്പോഴും സ്റ്റോറേജ് ഡിവൈസ് ചൂസ് ചെയ്യുമ്പോൾ പരമാവധി സ്റ്റോറേജ് ഉള്ളതാണ് വാങ്ങൽ നല്ലത്. കാരണം നമ്മൾ കുറച്ച് പൈസ കൂടുതൽ മുടക്കിയാലും ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന്. ഈ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു കവറാണ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഇത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. ഇത് റെഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഇതിൻ്റെ കണക്ടറാണ്. ഇതിൻ്റെ യൂസർ മാനുവലും ഡീറ്റെയിൽസാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ചെയ്ത് കളയാം. ബാക്ക്ഗ്രൗണ്ട് ഒരു കവർ. ഇതാണ് WDയുടെ 2 TB ഹാർഡ് ഡിസ്ക്. ഇവിടെ കാണാം, ഇതാണ് അതിൻ്റെ കണക്ടർ. USB 3.0 ആണ് കാണാം. അതുപോലെ ഇത് ഇവിടെ കണക്ട് ചെയ്ത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റമാണ് ഇവർ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് വാങ്ങിച്ച് ഇത് ജസ്റ്റ് പ്ലഗ് ചെയ്താൽ പിന്നെ ഇതിൽ വേണ്ട സോഫ്റ്റ്വെയറുകൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം നിർബന്ധമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കാനൊക്കെ ഇതിൻ്റെ ഡ്രൈവർ യൂട്ടിലിറ്റീസ് എന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. ഇത് ഞാൻ വേറൊരു വേരിയൻ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്, ബ്ലാക്ക്. അത് ഞാൻ കുറച്ച് ഉപയോഗിച്ചു. എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ടൈമിലാണ് അതിന് എന്തോ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ എറർ വന്ന് അത് അവർ റീപ്ലേസ് ചെയ്ത് തന്നതാണ് ഈ റെഡിന് പൈസ കൂടുതലാണ്. പക്ഷേ എനിക്ക് അതേ പൈസക്ക് തന്നെ സെയിം സാധനം തന്നെ കിട്ടി. നിങ്ങൾ നേരത്തെ കാണുന്നുണ്ട് ഒരു കവർ, എന്താണ് ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഇതൊരു ഹാർഡ് ഡിസ്ക് കേസാണ്. ഇതിലാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് സൂക്ഷിക്കാൻ വേണ്ടി, നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കവറാണ് യഥാർത്ഥത്തിൽ. ഇത് ഞാൻ വാങ്ങിച്ചത് കൂൾ ബാങ്കോ എന്നൊരു സൈറ്റിൽ നിന്നാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് 450 രൂപ എങ്ങാനും ചിലവാണ്. പക്ഷേ ഇത് ഞാൻ കൂൾ ബാങ്കുകളിലൂടെ ഇപ്പോൾ ഏകദേശം 263 രൂപ എങ്ങാനായി ചിലവായിട്ടുള്ളൂ. നിങ്ങൾ കൂൾ ബാങ്കുകൾ നോക്കിയാൽ 350 കാണുക. പക്ഷേ ഓർഡർ 15 എന്നൊരു കൂപ്പൺ കോഡുണ്ട്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു 15% ഓഫറോട് കൂടെ സാധനം കിട്ടും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കേബിൾസും മറ്റ് പെൻഡ്രൈവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കാനും വേണ്ടിയുള്ളതാണ്. എപ്പോഴും ഹാർഡ് ഡിസ്ക് ഒരു കവറിലാക്കി സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഗ്യാരണ്ടി വേണമെങ്കിൽ പ്രൊഡക്റ്റിന് ഫിസിക്കൽ ഡാമേജ് ഇല്ലാതിരിക്കണം. ഫിസിക്കൽ ഡാമേജുള്ള പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ, ഫയൽ സിസ്റ്റത്തിനോ മറ്റോ എറർ സംഭവിച്ചാൽ അവർ റീപ്ലേസ് ചെയ്ത് തരുന്നതല്ല. ഇങ്ങനെയുള്ള കേസിലിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ കാലം ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഇതന്നെ വേണമെന്നില്ല, ഒരുപാട് കവറുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഒരു കവർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ ഈ WDയുടെ 2 TB ഹാർഡ് ഡിസ്ക് വാങ്ങിക്കണമെങ്കിലോ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലഭ്യമാകും. ആമസോണിൻ്റെതും ഫ്ലിപ്കാർട്ടിൻ്റെതും ഞാൻ ലിങ്ക് ഇടാം.
പക്ഷേ ഒരിക്കലും ഈ കവർ വാങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ ചൂസ് ചെയ്യരുത്. വെറുതെ 450 രൂപ കൊടുത്ത് അത് മുടക്കേണ്ടതില്ല. നിങ്ങൾ കൂൾ ബാങ്കോ എന്നുള്ള ആ സൈറ്റിൽ പോയി അതിൽ എനിക്ക് അഫിലിയേഷനോ അല്ലെങ്കിൽ എന്തോ പൈസയൊന്നും കിട്ടുന്ന കാര്യമല്ല. ഞാനതിൽ ഒരു റിവ്യൂ വായിച്ചപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രമാത്രം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാമെന്ന ഉദ്ദേശത്തോടെ ഇറ്റ്സ് മീ മുഹമ്മദ് സിയാദ് സൈനിങ് ഫ്രം ടാക്സി മലയാളം.